ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 4 വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. ഈ ക്ലാസ് നമ്മളൊരു പുതിയ മൊഡ്യൂളിലേക്ക് പോവുകയാണ്, മൊഡ്യൂൾ 5. അപ്പം നമ്മൾ വേഡ് എക്സലൊക്കെ ആയിരുന്നു പഠിച്ചതല്ലേ. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ വേഡും എക്സലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് MS PowerPoint 2018 ആണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ പവർ പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തരുവാണെങ്കിൽ, പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പോയിന്റ്സ് നല്ല നന്നായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പവർ പോയിന്റ് പ്രസൻറ്റേഷനുകൾ തയ്യാറാക്കാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ തയ്യാറാക്കുന്നതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോവുകയില്ല. അതുപോലെ തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അപ്പം നമുക്ക് കൂടുതലായിട്ടും MS പവർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. PowerPoint is a complete presentation graphic package. It gives you everything you need to produce a professional looking presentation: text hanging, outlining, drawing, graphics, clip art and so on. അപ്പോൾ പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ തന്നെ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനുകളിൽ ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് ഒക്കെ ആക്കാൻ പറ്റും. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലൈനും ഡ്രോയിങ്ങും ഗ്രാഫിക്സും ക്ലിപ്പാർട്ടൊക്കെ നമുക്ക് ഈ പവർ പോയിന്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. It also offers rich speaker support and aids to help you create truly effective presentation. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പോയിന്റ് നമുക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. PowerPoint makes you the presenter and independent producer of your own high quality presentation. PowerPoint is used for a team briefing, slides and sales meeting, or dazzling effects of an on-screen presentation. PowerPoint wizards, templates and auto layouts help you get right to work and complete set of easy to use tools assure you have everything you need to get your point across and share information with others. അപ്പോൾ നമ്മൾ പവർ പോയിന്റിന്റെ ഒരു ബെനിഫിറ്റുകളെ കുറിച്ചാണ് ആദ്യത്തെ സെക്ഷൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്. സെയിൽസ് മീറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് സ്ലൈഡ്സ് ഒക്കെ ഷെയർ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് പവർ പോയിന്റിനകത്ത് ഡിഫറെൻറ്റ് ഇഫക്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ സെമിനാറൊക്കെ കേട്ടവരാണെങ്കിൽ, ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ആരെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്ലൈഡ് അല്ലേ, അവർ സ്ലൈഡ് പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ലൈഡ് പ്രസന്റ് ചെയ്യുക മാത്രമല്ല, ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് അവർ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്ലൈഡ് ഡിഫറെൻറ്റ് എഫക്ട്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം സ്ലൈഡ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സ്ലൈഡിനകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പോയിന്റ്സ് ഏറ്റവും ബ്രീഫായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ പവർ പോയിന്റിലൂടെയാണ്. ഇനി പ്രസന്റേഷനുകളുടെ ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു 5 എണ്ണം അല്ലേ. ഫസ്റ്റ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് പവർഫുൾ communication tool to present our views and ideas effectively. Use diagram, photos, clip art, sound, designs and animated special effects. അപ്പം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നമ്മുടെ വ്യൂസ് അനുസരിച്ച് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളിനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐഡിയാസ് ഡയഗ്രാം ആയിക്കൊള്ളട്ടെ, ഫോട്ടോസ് ആയിക്കൊള്ളട്ടെ, ക്ലിപ്പാർട്ട് ആയിക്കൊള്ളട്ടെ, സൗണ്ട് ആയിക്കൊള്ളട്ടെ, ഡിസൈൻ ആയിക്കൊള്ളട്ടെ, ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആയിക്കൊള്ളട്ടെ, എന്തുവാണെങ്കിലും നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നമുക്ക് സാധിക്കും. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഈസ് യുവർ ബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ഡോണ്ട് ഹാവ് ടു മെമ്മറൈസ് ഓൾ ദ പ്രസന്റേഷൻ. യൂസ് പവർ പോയിന്റ് ആസ് എ റെഫറൻസ് പോയിന്റ് ദാറ്റ് വിൽ ഗീവ് us a kind of cheat sheet to see our topics and remember what we going to take about. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ് യുവർ ബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യുക, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൽ ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല.
അപ്പോൾ നമ്മൾ ഈ പവർ പോയിന്റ് വഴി പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് നമുക്ക് ഏറ്റവും നന്നായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഈസ് യുവർ ബ്രെയിൻ, അതായത് നമ്മളുടെ ബ്രെയിനിനകത്ത് മറന്നു പോകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പവർ പോയിന്റിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതുകൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുമ്പോൾ ബെറ്റർ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. When we create a PowerPoint presentation, we can have everything ready to go and organize in nice fashion. We will have more control over that we are taking about, for they are all in the PowerPoint files. Besides, it will save us a lot of time than write down tips on board using chalk or pens. അപ്പോൾ നമ്മൾ പവർ പോയിന്റിലൂടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചോക്ക് വെച്ചിട്ട് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ, ഒരു ബോർഡ് ബ്ലാക്ക് ബോർഡ് വെച്ചിട്ട് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ എഴുതി വേണം അല്ലേ പ്രസന്റ് ചെയ്യാൻ, ഓരോ പോയിന്റും എഴുതി വേണം നമ്മൾ പ്രസന്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇമേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വരച്ച് വേണം കാണിക്കാൻ. അപ്പം പക്ഷെ നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സമയം നമ്മളിപ്പം പ്രസന്റ് ചെയ്യുന്നതിലൂടെ PPTയിലൂടെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സമയം കൂടെ ലാഭിക്കാൻ പറ്റും അല്ലെ. നേരത്തെ സേവ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എടുത്ത് കാണിച്ചാൽ മതി. നമുക്ക് ചോക്ക് ഒക്കെ എടുത്ത് ബോർഡിൽ എഴുതുന്ന സമയമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡസ്റ്റ് ഫ്രീ അല്ലേ, അതുകൊണ്ട് തന്നെ അലർജി ഒന്നും വരാൻ ചാൻസ് ഇല്ല പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ. ഇനി നെക്സ്റ്റ് ഷോ യുവർ പോയിന്റ് വിഷ്വലി. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത് നമ്മുടെ പോയിന്റ്സ് വിഷ്വലി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം വിഷ്വലി കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇമേജസ് ഉൾപ്പെടുത്താം, ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഉൾപ്പെടുത്താം, വീഡിയോസ് ഉൾപ്പെടുത്താം. അതിനെയാണ് നമ്മൾ ഷോ യുവർ പോയിന്റ് വിഷ്വലി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ വേ ഓഫ് പ്രസന്റ് അവർ പോയിന്റ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റ് നോട്ട്സ് ഓൺ ദ ബോർഡ്. യൂസിംഗ് പവർ പോയിന്റ് audience will clear see what is in the presentation, especially when you added some pictures and video clips. We won't be able to do that chalks and pens. അപ്പോൾ നമുക്ക് ചോക്ക് അല്ലെങ്കിൽ പെൻസ് യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ പോയിന്റ് ആൾക്കാർക്ക് കാണാൻ പറ്റും അല്ലേ, ആൾക്കാർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോയും വീഡിയോ ഒക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് പറഞ്ഞേക്കുന്നത്. Templates for different appearance. By using templates, we can create great powerful presentation fast and easily. There are bunch of ready-made PowerPoint templates. അപ്പം ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പവർ പോയിന്റ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ടെംപ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കണമെന്നില്ല. നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ് പവർ പോയിന്റിന്റെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്താലും മതി. അപ്പം നമ്മുടെ പവർ പോയിന്റ് ഒന്നുകൂടെ നന്നാവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് അധിക സമയം ഇല്ലാതെ തന്നെ നമ്മുടെ പോയിന്റ് മാത്രം നമുക്ക് എഴുതി വെച്ചാൽ മതി. നമ്മുടെ പവർ പോയിന്റ് many times a picture is better than thousands of words. PowerPoint offers easy way to add pictures into slide. We can add one picture at a time on one slide or click photo album to import multiple pictures at a time to make a photo slideshow or adjust one picture format to all other pictures. അപ്പോൾ നമുക്ക് ഫോട്ടോ ആൽബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ സ്ലൈഡിനകത്തോട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഈസ് യുവർ ബ്രെയിൻ, ബെറ്റർ പ്രിപ്പറേഷൻ, ഷോ യുവർ പോയിന്റ് വിഷ്വലി, ടെംപ്ലേറ്റ്സ് ഫോർ ഡിഫറെന്റ് അപ്പിയറൻസ്, ഈസി ടു ആഡ് ഇമേജസ്. ഇതാണ് നമ്മുടെ പ്രസന്റേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിരിക്കുന്ന 5 പോയിന്റ്. ഇനി എങ്ങനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പം പവർ പോയിന്റ് ഐക്കൺ കാണും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് നമ്മൾ പവർ പോയിന്റ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് എന്ന് കാണും. അത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. സ്റ്റാർട്ടിങ് ആൻഡ് ക്വിറ്റിംഗ് പവർ പോയിന്റ്. അപ്പം നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രീന് ഓപ്പൺ ആയിട്ട് വരും.
ഇങ്ങനെ ഒരു സ്ക്രീന് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് ഡിഫറെന്റ് ടാബ്സ് ഉണ്ട്. അപ്പം ഏതൊക്കെ ടാബ്സ് ആണുള്ളതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഫയൽ ടാബ്സ്. ഫയൽ ടാബ് എന്ന് പറയുന്നത് ഈ ഹോം, ഇൻസേർട്ട്, ഡിസൈന്, അതല്ല ഈ മുകളിൽ കാണുന്ന ഫയൽ ടാബ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ഫയൽ കമാൻഡ്സിനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതായത് ഇത് ഇത് സേവ് ചെയ്യാനുള്ള അല്ലേ, ഇത് ന്യൂ എടുക്കാനുള്ളത്, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള. അപ്പം ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ഫയൽ ടാബ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കമാൻഡ്സിനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇനിയിപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയൽ ടാബ് ആയിരുന്നു. ഫയൽ ടാബ് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ന്യൂ എടുക്കാനുള്ളതാണ്. അപ്പൊ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനുള്ള 3-4 കമാൻഡ്സുകൾ ആഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. വേണമെങ്കിൽ നമുക്ക് ഇമെയിലൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് കൂടുതൽ കമാൻഡ്സ് വരും. ഇനി നെക്സ്റ്റ് ടൈറ്റിൽ ബാർ ആണ്. ടൈറ്റിൽ ബാർ എന്ന് പറയുമ്പം ഹോം, ഇൻസേർട്ട്, ഡിസൈന്, ഇതൊക്കെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ. അതല്ല, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഫയൽ ടാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള ഐക്കൺ, അതുപോലെ തന്നെ ന്യൂ, ഓപ്പൺ, സേവ്, ആ ഓപ്ഷനെയാണ് നമ്മൾ ഫയൽ ടാബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് ഈ മുകളിൽ കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇനി ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് ഇതാണ്. പ്രസന്റേഷൻ 3 മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് ടൈറ്റിലാണ് അല്ലേ. അപ്പോൾ അതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് പ്രസന്റേഷൻ യു ആർ വർക്കിംഗ് ഓൺ, ടൈം, നെയിം ഓഫ് ദ പ്രോഗ്രാം യു ആർ യൂസിങ്. അപ്പം പ്രസന്റേഷൻ 3 മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നുള്ളതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഇനി ക്ലോസ് ബട്ടൺ പറയുന്നുണ്ട്. നമ്മുടെ പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാനുള്ള ഈ ഇൻഡു പോലത്തെ അടുത്തേക്കുന്നതാണ് ക്ലോസ് ബട്ടൺ എന്ന് പറയുന്നത്. ക്ലിക്ക് ദി ക്ലോസ് ബട്ടൺ ഇൻ ദി ടൈറ്റിൽ ബാർ ടു ക്ലോസ് ദ പ്രസന്റേഷൻ ഓർ എക്സിറ്റ് ദ പവർ പോയിന്റ് എൻറ്റയർലി. ഇനി റിബൺ ഉണ്ട്. റിബൺ ദി ടാബ്സ്, ഗ്രൂപ്സ് ഓർ കമാൻഡ്സ്. The tabs, groups or the ribbon replace the menus and toolbar previous version of Microsoft PowerPoint. അപ്പം ഇത് നമ്മൾ 2007 അല്ല യൂസ് ചെയ്യുന്നത്. അപ്പം 2013 ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. റിബൺ എന്ന് പറയുമ്പം ഇത് നമ്മൾ എന്താ ടാബ്സ് ഉണ്ട്. ഇത് ഓരോ ടാബുകളാണ്, ഇത് ഗ്രൂപ്പുകളാണ്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഓരോ ഐക്കണും ഓരോ കമാൻഡുകളാണ്. ഇതിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. റിബൺ എന്ന് പറയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. റിബൺ എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്ന ഓരോ ടാബുകളാണ്. ഇതെന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ് എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പുകളാണ്. ഈ കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന് പറയുന്നത് ഓരോ കമാൻഡ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഇനി സ്ലൈഡ് പെയിൻ ഉണ്ട്. ഡിസ്പ്ലേ സ്ലൈഡ് യു ആർ വർക്കിംഗ് ഓൺ. അപ്പൊ സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഏത് സ്ലൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളെ കാണിക്കുന്നതാണ് സ്ലൈഡ് പെയിന്. ഇനി നോട്ട് പെയിൻ ഉണ്ട്. അപ്പൊ നോട്ട് പെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിക്ക് ടു ആഡ് നോട്ട്സ്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള നോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. ടൈപ്പ് ദ നോട്ട്സ് യു വാണ്ട് ടു ഡ്യൂറിങ് ദ പ്രസന്റേഷൻ ഹിയർ. അപ്പോൾ നമുക്ക് പ്രസന്റേഷൻ ആവശ്യമായിട്ടുള്ള നോട്ടുകളൊക്കെ ഇവിടെയാണ് എഴുതുന്നത്. ഇനി സൂം സ്ലൈഡർ ഉണ്ട്. Click the slider zoom in out or window. You can also use the plus and minus button. Zoom in ചെയ്യാനും zoom out ചെയ്യാനും ഇതാണ് നമ്മുടെ zoom slider എന്ന് പറയുന്ന ഭാഗം. ഇനി വ്യൂ ബട്ടൺസ് ഉണ്ട്. Use the buttons to quickly switch between normal slide sorter, reading, slideshow, show views. അപ്പം ഇനി വ്യൂ ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂസിനെ കാണിക്കാനാണ്. ഈ താഴെ കിടക്കുന്ന ഈ 3 ഐക്കണാണ് നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത്, വ്യൂ ബട്ടൺ എന്ന് പറയുന്നത്. ഇത് നോർമൽ വ്യൂ ആണ്. ഇത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. ഇത് ഒരു സ്ലൈഡേ ഉള്ളൂ അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്.
ഇത് മൂന്നാമത്തെ വ്യൂ ആണ്. ഇനി എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊന്നും നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റത്തെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ കറന്റ്ലി എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ താഴെ ഇവിടെ മെസ്സേജ് വരും, നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നതെന്ന്. അതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇത് സ്ലൈഡ് 1 ഓഫീസ് ടൈം. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ. ഡിസ്പ്ലേസ് ദ മെസ്സേജ് ആൻഡ് ഫീഡ്ബാക്ക് ഓൺ ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് മൈക്രോസോഫ്റ്റ്. റൈറ്റ് ക്ലിക്ക് ദ സ്റ്റാറ്റസ് ബാർ ഓഫ് കോൺഫിഗർ ഇറ്റ്. ഔട്ട്ലൈൻ പെയിൻ ഉണ്ട് ഇനി നമുക്കല്ലേ. ഫോക്കസ് ദ കണ്ടന്റ് ഓഫ് യുവർ പ്രസന്റേഷൻ റാദർ ദാൻ ഇറ്റ് അപ്പിയറൻസ്. അപ്പം നമ്മുടെ കണ്ടന്റ്, ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രസന്റേഷന്റെ കണ്ടന്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഔട്ട്ലൈൻ പെയിൻ. അപ്പം പവർ പോയിന്റ് പ്രസന്റേഷന്റെ എല്ലാ ടാബുകളും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഫയൽ ടാബ്, അതായത് മുകളിൽ കൊടുത്തേക്കുന്നതാണ് ഫയൽ ടാബ്. ഇത് മൊത്തത്തോടെ അടങ്ങിയതാണ് ഫയൽ ടാബ്. അതിനകത്തുള്ള ഐക്കൺ എന്ന് പറയുന്നത് ന്യൂ, ഓപ്പൺ. ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്. ഇവിടെ ന്യൂ എടുക്കാം അല്ലേ. ഓപ്പൺ ഉണ്ട്, അതുപോലെ തന്നെ സേവ് ഉണ്ട്. അപ്പം ഇതിനൊക്കെയാണ് ക്ലോസ് ഉണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ എന്താ ഫയൽ ടാബ് എന്ന് പറയുന്നത്. ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ് നമ്മൾ ഫയൽ ടാബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഈ സൈഡിൽ കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇനി ടൈറ്റിൽ ബാർ, നമ്മുടെ കറണ്ട് പ്രസന്റേഷൻ ഏതാണെന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലോസ് ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്. ഇനി റിബൺ എന്ന് പറയുമ്പോൾ ഇത് ടാബ്, ഗ്രൂപ്പ്സ്, കമാൻഡ്സ് ഇതെല്ലാം കൂടെ അടങ്ങിയതിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഇനി സ്ലൈഡ് പെയിൻ ഉണ്ട്. ഏത് സ്ലൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നത് കാണിക്കാനുള്ളതാണ് നമ്മുടെ സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സ്ലൈഡ് പെയിൻ ആണ്. ഇനി നോട്ട് പെയിൻ ഉണ്ട്, ഈ താഴെ കൊടുത്തേക്കുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള നോട്ട് എഴുതി കൊടുക്കാനുള്ളതാണ് ഈ നോട്ട് പെയിന്. ഇനി സൂം സ്ലൈഡർ ഉണ്ട്, നമുക്ക് സൂമിങ്ങും സൂം ഔട്ടും ചെയ്യാനുള്ള ഈ താഴെ കൊടുത്തേക്കുന്നതാണ് സൂം സ്ലൈഡർ എന്ന് പറയുന്നത്. ഇനി വ്യൂ ബട്ടൺസ്, ഈ മൂന്നെണ്ണത്തിനെയാണ് നമ്മൾ വ്യൂ ബട്ടൺസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റസ് ബാർ, നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ പോയിന്റിന്റെ സ്റ്റാറ്റസിനെ കാണിക്കുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്, ഈ അടിയിൽ കൊടുത്തേക്കുന്നത്. ഇനി ഔട്ട്ലൈൻ പെയിൻ, ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്ലൈൻ പെയിൻ. അപ്പൊ നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ മെയിൻ ആയിട്ടുള്ള ടാബ്സിനെയാണ്, സ്ക്രീൻ ലേഔട്ടിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2030 സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് മെനു, ഓൾ പ്രോഗ്രാംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് 2013 വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാംസ്, പിന്നെന്താ മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലേ, മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007 ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 7 എടുക്കുന്നത്. 2013 ആണ് നമുക്ക് ആക്ച്വലി വരേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ നോർമൽ വ്യൂ, when PowerPoint starts open default normal view. In normal view, application window includes the following areas: slide tab, slide pane, നോട്ട് പെയിൻ. അപ്പൊ നമ്മൾ നമ്മുടെ സ്ലൈഡ്, അതായത് നമ്മുടെ പവർ പോയിന്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഒരു നോർമൽ വ്യൂ ആണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. അപ്പം നോർമൽ വ്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വണ് കുറെ സ്ലൈഡ് ടാബുകൾ, ഇവിടെ ഒരു ടാബേ ഉള്ളൂ. അപ്പൊ കുറെ സ്ലൈഡ് ടാബുകൾ. A pane in the left pane with the thumbnail previews of your slide. You can drag the thumbnails to rearrange the slides. അപ്പൊ നമ്മുടെ സ്ലൈഡ് ടാബ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ സ്ലൈഡുകളെ, നമ്മൾ ഈ പവർ പോയിന്റിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന ഇഷ്ടംപോലെയുള്ള സ്ലൈഡുകളെയാണ് ഈ സ്ലൈഡ് ടാബിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്ലൈഡ് പെയിൻ ഉണ്ട്. സ്ലൈഡ് പെയിൻ എന്ന് പറയുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേ ദ സ്ലൈഡ് ദാറ്റ് ഈസ് കറന്റ്ലി സെലക്ടഡ് ഇൻ ദ സ്ലൈഡ് ടാബ്. നമ്മൾ സ്ലൈഡ് ടാബിൽ നിന്ന് ഏത് സ്ലൈഡാണോ സെലക്ട് ചെയ്തേക്കുന്നത് അതിന് ആ സ്ലൈഡിനെ നമ്മൾ സൈഡ് വലുതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് ഇപ്പം കറന്റ്ലി വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതാണ് സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്ലൈഡ് ആണെങ്കിൽ ഇതാണ് അതിന്റെ സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. ഇനി നോട്ട് പെയിൻ ഉണ്ട്,
നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലൈഡുകളുടെ നോട്ട്സിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ നോട്ട് പെയിൻ യൂസ് ചെയ്യുന്നത്. In PowerPoint 2007 and 2007, the note pane will open by default in normal view. However, PowerPoint 2018, you must enable it by clicking notes in the status bar. ഇപ്പോൾ 2007 ആയതുകൊണ്ടാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ നോട്ട് പെയിന് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ 2013 ആണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ട് പെയിൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When you open Microsoft PowerPoint, presentation is automatically opened as well. As you can see the screenshot below, the default presentation is named presentation 1. To start creating presentation, simply click the text box and begin type your text. The arrow in the screenshot denote where you can click start entering text. അപ്പോൾ നമ്മളെ പ്രസന്റേഷൻ ഓപ്പൺ ആയി വരുമ്പോഴത്തേനും നമ്മുടെ പ്രസന്റേഷൻ 1 എന്ന് പറഞ്ഞൊരു പേരിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെയാണ് പവർ പോയിന്റ് പ്രസന്റേഷനകത്ത് ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഫയൽ മെനു, ഇതല്ലേ ഫയൽ മെനുവിനകത്ത് നിന്ന് നമ്മൾ സേവ് ആസ് ഓപ്ഷൻ എടുക്കണം. ഇതിനകത്ത് ഇനി നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എഫ് ആണെങ്കിൽ എഫ് സെലക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫയലിന്റെ നെയിം കൊടുക്കണം. സേവ് ആസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ വിച്ച് യു ക്യാൻ സീ the document location or where the computer PowerPoint will save your presentation. ഫസ്റ്റ് ഡോക്യുമെന്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മുടെ ഡോക്യുമെന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. യു ക്യാൻ ചൂസ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ ബൈ നാവിഗേറ്റിംഗ് ടു ദി ന്യൂ ലൊക്കേഷൻ ബൈ സെലക്ടിങ് ഇറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫയൽ നെയിം ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫയൽ നെയിം എന്ന് പറയുന്നത് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് പ്രസന്റേഷൻ 4 എന്നാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നെയിം മാറ്റി കൊടുക്കാം. Note that this is highlighted because Microsoft PowerPoint expects you to provide your own name of your presentation. Simply begin typing to do so. അപ്പോൾ നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി നെയിം കൊടുക്കുന്നത്. ഇനി ഫയൽ ടൈപ്പ് ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരിക്കും. വേണമെങ്കിൽ വേറെ ഫോർമാറ്റിൽ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് സേവ് ചെയ്താൽ മതി. നമ്മുടെ ഫയൽ നമ്മൾ കൊടുത്തേക്കുന്ന സ്ഥലത്ത് സേവ് ആവും. അതാണ് ഈ പേജ് നമ്പർ 205 പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ബാർ ആണ്. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് നമ്മുടെ പവർ പോയിന്റിന്റെ ബോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് ഷോ ചെയ്യുന്നത്. ഷോസ് ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് യുവർ പ്രസന്റേഷൻ ആൻഡ് എനേബിൾസ് യു ക്യാൻ ചേഞ്ച് വ്യൂ സെറ്റിംഗ് സ്പെസിഫിക് ഐറ്റംസ് ഓഫ് ദി സ്റ്റാറ്റസ് ബാർ ഇൻക്ലൂഡ്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറെ വ്യൂസ് ഉണ്ട് അല്ലേ, വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലൈഡുകൾ. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ബാറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്ലൈഡ് നമ്പർ. ഇപ്പോൾ ഇവിടെ സ്ലൈഡ് 2 of 2 എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് നമ്മൾ രണ്ടാമത്തെ സ്ലൈഡാണ് എടുത്തേക്കുന്നത്. ഇനി നോട്ട് പെയിൻ ബട്ടൺ, അതായത് ഇത് നമ്മുടെ നോട്ട് പെയിൻ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമന്റ്സ് പെയിൻ ബട്ടൺ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ സ്റ്റാറ്റസ് ബാറിനകത്താണ് കാണപ്പെടുന്നത്. ഇനി വ്യൂ കൺട്രോൾസ്, ഇത് നോട്ട് പെയിൻ ബട്ടണ്, ഇത് കമന്റ്സ്. ഇനി നമ്മുടെ വ്യൂ കൺട്രോൾസ് ഉണ്ട്. വ്യൂ കൺട്രോൾസ് എന്ന് പറയുന്നത് ഇതല്ലേ,
നോർമല്, സ്ലൈഡ് സോർട്ടഡ്, അതുപോലെ തന്നെ സ്ലൈഡ് ഷോ വ്യൂസ്. അപ്പോൾ നമ്മുടെ വ്യൂസിനെ കാണിക്കുന്ന കൺട്രോൾസ്, പിന്നെ സൂമിങ് കൺട്രോൾസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താ സ്റ്റാറ്റസ് ബാറിനകത്ത് കാണുന്നത്. സൂം കൺട്രോൾ എന്ന് പറയുമ്പം യു ക്യാൻ സൂം ഇൻ ഓർ ഔട്ട് ടു മേക്ക് ദ പ്രസന്റേഷൻ ബിഗർ ഓർ സ്മോളർ ബേസ്ഡ് ഓൺ യുവർ പേഴ്സണൽ വ്യൂവിംഗ് പ്രിഫറൻസ്. സൂമിങ് ചേഞ്ചസ് ദ സൈസ് വാട്ട് വ്യൂ ആർ വ്യൂവിംഗ്, നോട്ട് ദി പ്രിന്റ് ഔട്ട് സൈസ്. ഇനി നമ്മൾ പ്രസന്റേഷൻ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. The two most common ways to close Microsoft PowerPoint presentation. Click X in the red box in the upper left corner. നമ്മൾ അപ്പർ ലെഫ്റ്റ് കോർണറിൽ ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഫയൽ മെനുവിൽ നിന്ന് നമുക്ക് ക്ലോസ് എടുത്ത് വേണമെങ്കിൽ നമ്മുടെ പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഒരു സ്ലൈഡ് ഇതിനകത്തോട്ട് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു സ്ലൈഡ് കാണും അല്ലേ. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് സ്ലൈഡ് വേണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ പ്രസന്റേഷനകത്തോട്ട് ആഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. There are two ways to add new slides to your presentation. New slides are automatically inserted after the currently selected slides and by default will take on the layout and theme of preceding slide. Quick menu option. To insert a new slide using quick menu in the slide pane, right click the slide after which you want a new slide inserted and select new slide. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്ലൈഡ് എടുത്താൽ മതി. ക്വിക്ക് മെനു ഓപ്ഷനാ അല്ല, ക്വിക്ക് മെനു ഓപ്ഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ന്യൂ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇൻസേർട്ട് ടാബിൽ നിന്ന് ഇൻസേർട്ട് ടാബ് ഇതിനകത്തുനിന്ന് നമ്മൾ ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ന്യൂ സ്ലൈഡ് കൊടുത്താലും മതി കേട്ടോ. ഇതിനകത്ത് കാണുന്നില്ല, സാധാരണ കാണേണ്ടതാണ് ഇവിടെ ഒരു ന്യൂ സ്ലൈഡ് ബോക്സ്. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമുക്ക് പ്ലേസ് ഹോൾഡറിനകത്തോട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. If you have selected a layout of your slide, you will see boxes that confirm dummy text with the read something like click to add title or click to add text. When you click the box, dummy text will appear. The cursor will come blinking the line and you can begin to type your text. അപ്പം ഡിഫോൾട്ട് ആയിട്ട് തന്നെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഡമ്മി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ കാണും. നമ്മൾ അത് റീപ്ലേസ് ചെയ്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഇൻസേർട്ട് എടുത്തു, അതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലേ, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. നമ്മളിപ്പം ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് മൊത്തത്തോടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഒരു സ്ലൈഡ് ടാബിനകത്ത്. എനിക്കിനി ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു, ഇൻസേർട്ടിനകത്ത് പോയി എന്താ ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു, ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ വേണമെങ്കിലും എനിക്ക് ടെക്സ്റ്റ് ബോക്സ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. To create a text box in blank slide, to go to the Insert tab on the ribbon and click Text Box button. Your mouse pointer will change the insertion point. Left click the drag your cursor across the screen to choose size of location of your text box. If you wish to resize the text box after it is created, however, the mouse is circles and squares around the border of the box. The circles will resize and the width and height of the box. Squares the top of bottom will resize the box vertically. The squares of the slides resize it horizontally. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ റൗണ്ട് എന്ന് പറയുന്നത്
ഇതിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയാണ് അല്ലേ. ഈ സ്ക്വയർ എന്ന് പറയുന്ന മൊത്തത്തോടെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വിഡ്ത്ത് കൂട്ടാൻ, നമ്മുടെ ടെക്സ്റ്റ് ബോക്സിന്റെ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. When your cursor changes its shape, left click, drag your mouse, the circle's corners will adjust height and width, while the squares to size adjust one or other. To rotate text left click the green circle around the box, drag your mouse. അപ്പോൾ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മുകളിലത്തെ റൗണ്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ്, ഇഫ് യു വാണ്ട് ടു മൂവ് ദി ബോക്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, ഹോൾഡ് ഡൗൺ ദ ഷിഫ്റ്റ് കീ ബിഫോർ ക്ലിക്കിംഗ് ഡ്രാഗിങ് ദ മൗസ്. നമുക്ക് എന്താ നേർരേഖയിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ചലിപ്പിക്കണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് കീ യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്താ നമ്മുടെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. ടു ഡിലീറ്റ് എ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ദ ബോർഡർ ഓഫ് ബോക്സ്. നമ്മുടെ ബോക്സിന്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ബോർഡർ എന്ന് പറയുമ്പോൾ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോക്സ് ഹൈലൈറ്റഡ് ആവും. ഇനി നമ്മൾ കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഡിലീറ്റ് ആവും. ഇനി നമ്മൾ നോട്ട്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ട് വേസ് നമുക്ക് നോട്ട്സ് പവർ പോയിന്റിനകത്തോട്ട് ആഡ് ചെയ്യാം. നോർമൽ വ്യൂവിനകത്ത് നമ്മൾ നമ്മുടെ ജസ്റ്റ് ക്ലിക്ക് നോട്ട് ലാസ്റ്റത്തെ പെയിനിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ നോട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആഡ് ചെയ്ത നോട്ട് കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് സ്ലൈഡിന് നമ്മളൊന്നും കൊടുത്തില്ലായിരുന്നു. രണ്ടാമത്തെ സ്ലൈഡിനാണ് നമ്മൾ നോട്ട് കൊടുത്തത്. നമ്മൾ സൈഡ് ക്ലിക്ക് ചെയ്തപ്പം കണ്ടോ നമ്മൾ കൊടുത്തേക്കുന്ന നോട്ട് ഇവിടെ വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. To insert longer notes, click View tab under Presentation View. Select Note Pane button. Type your note in the space that appears below your slide. അപ്പോൾ നമുക്ക് ലോങ്ങർ നോട്ടാണ് വേണ്ടെങ്കിൽ നമ്മൾ വ്യൂ ടാബ് എടുക്കണം. വ്യൂ ടാബിനകത്ത് നോട്ട് പേജ് ബട്ടൺ, നോട്ട്സ് മാസ്റ്ററോ നോട്ട് പേജ് ബട്ടൺ എടുക്കണം. എങ്കിൽ നമുക്ക് വലുതായിട്ടുള്ള നോട്ട്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഉണ്ടോ? ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തോട്ട് ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ ആഡ് ചെയ്യുന്നതും കൂടെ പഠിച്ചു നിർത്തിയിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതിനുവേണ്ടി നമ്മൾ ഇൻസേർട്ട് ടാബിൽ തന്നെ ഇപ്പം നമ്മൾ നോർമൽ വ്യൂവിലോട്ടാക്കുവാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇൻസേർട്ട് ടാബ് എടുക്കുന്നു. ഇതിനകത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ് നമ്പർ ഉണ്ട്, ഫൂട്ടറുമുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫിക്സ്ഡ് ആൻഡ് ഓട്ടോമാറ്റിക് ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. PowerPoint gives you option to add either fixed date and time which will retain the same or date and time that automatically update. If you choose to have a date and time that automatically update, the date and time will always match the date and time that you run your slideshow. അപ്പോൾ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ അല്ലേ. നമ്മൾ ഈ ഡേറ്റ് ആൻഡ് ടൈമിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ചെക്ക് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ് ഷോ അവതരിപ്പിക്കേണ്ട സമയത്ത്
ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആയിക്കോളും. ഇനി നെക്സ്റ്റ് സ്ലൈഡ് നമ്പർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏത് സ്ലൈഡാണ് നമുക്ക് നമ്മൾ ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഈ സ്ലൈഡ് നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. ചെക്ക് ദിസ് ബോക്സ് ടു ഷോ സ്ലൈഡ് നമ്പർ. ഇനി ഫൂട്ടർ ഉണ്ട്. നമുക്ക് ഫൂട്ടർ വേണമെങ്കിൽ നമ്മുടെ ഇതിന് ഫൂട്ടർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൂട്ടർ ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫൂട്ടർ എന്ന് പറയുന്നത് താഴെയല്ല അപ്പിയർ ചെയ്യുന്നത്. ഇനി അപ്ലൈ ടു ഓൾ ആണ്. അതായത് നമ്മൾ ഈ സ്ലൈഡിന് മാത്രമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അപ്ലൈ കൊടുത്താൽ മതി. അല്ലെങ്കിൽ എല്ലാ സ്ലൈഡിനും നമുക്ക് ഈ പേജ് നമ്പറും സ്ലൈഡ് നമ്പറും നമ്പറും ഫൂട്ടറും ഒക്കെ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ടു ഓൾ കൊടുത്താൽ മതി. To insert your chosen elements to your slider, select apply to how information appears only on your current slider, or apply to all how appear on every slide. If you have of the information is repeated on the title slide, check the don't show title slide box to avoid repeating the information. അപ്പോൾ നമ്മൾ don't show on the title slide എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ എല്ലായിടത്തും അപ്പിയർ ചെയ്യുകയില്ല. അതുപോലെ തന്നെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ സ്ലൈഡിന് മാത്രമേ നമുക്ക് ഡേറ്റും അതുപോലെ തന്നെ സ്ലൈഡ് നമ്പറും ഫൂട്ടറും ഒക്കെ വരത്തുള്ളൂ. അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാലോ എല്ലാ സ്ലൈഡിനും വരും. ഡോണ്ട് ഷോ ഓൺ ടൈറ്റിൽ സ്ലൈഡ്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ സ്ലൈഡ് എല്ലാത്തിനകത്തും കാണിക്കുകയില്ല. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്താൽ മതി. നമ്മുടെ പ്രിവ്യൂ, ഇവിടെ ഒരു പ്രിവ്യൂ ഉണ്ട്. ദ പ്രിവ്യൂ ബോക്സ് ഷോസ് വെയർ യു വാണ്ട് സ്ലൈഡ് ഇൻഫർമേഷൻ വിൽ അപ്പിയർ. യു ക്യാൻ നോട്ട് ചേഞ്ച് ദിസ് ഇൻഫർമേഷൻ വിതിൻ ദിസ് സ്ക്രീൻ, ബട്ട് വൺസ് യു ഇൻസേർട്ട് ദ ഇൻഫർമേഷൻ യു ക്യാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ബോക്സ് എനിവെയർ യുവർ സ്ലൈഡ് ജസ്റ്റ് ലൈക്ക് അതർ ടെക്സ്റ്റ് ബോക്സ്. അപ്പം നമുക്ക് ഈ പ്രിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ലൈഡിന്റെ ഒരു പ്രിവ്യൂ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നോട്ട്സ് ആൻഡ് ഹാങ് ഔട്ട്സ് ഉണ്ട്. Under this tab, you can choose your header and footer preference of your hangouts. അപ്പം നോട്ട്സും ഹാൻഡ് ഔട്ട്സിനകത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നെക്സ്റ്റ് നമ്മുടെ ഹെഡറും ഫൂട്ടറും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ഈ നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സിനകത്ത് നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുകയാണ്. ഇതുപോലെ ഇരിക്കും നമ്മൾ ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ജസ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷനുകൾ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ടാബ്സ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പുതിയ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ലൈഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹെഡർ ആൻഡ് ഫൂട്ടർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത്രയാണ് ഈ ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം കേട്ടോ. താങ്ക് യു.